Good morning everyone. നമ്മളെ സോഷ്യോളജിയിൽ മൂന്നാമത്തെ യൂണിറ്റ് ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്കണോമിക് സോഷ്യോളജിയിൽ എന്ന് പറയുന്ന പല തോട്ട്സുകളും സ്കൂൾ ഓഫ് തോട്ട്സുകൾ നമ്മൾ നോക്കിയതാണ്. പിന്നെ ഫോർമാലിസവും സബ്സ്റ്റാൻറ്റീവിസവും ഒക്കെ നമ്മൾ എക്കണോമിക് സോഷ്യോളജിയിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് സോഷ്യോളജി വിത്ത് കോൺട്രിബ്യൂഷൻസ് ഓഫ് മാർക്ക് ഗ്രോണറ്ററിൻ്റെ ഒക്കെ ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ കുറേ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സ്കോളേഴ്സിൻ്റെ തിയറി പാർട്ട് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് ന്യൂ എക്കണോമിക് സോഷ്യോളജിയിലെത്തതെന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കൂടുതൽ കേൾക്കുന്ന ഒരു സ്കോളേഴ്സിൻ്റെ പേരാണ് മാർക്ക് ഗ്രാനോവെറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, മാർക്ക് ഗ്രാനോവെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നെയിൽ ഫ്ലിങ്സ്റ്റൺ, പോൾ ഡീക്കൻലൈ, കാൾ പോൾനായ് ആൻഡ് റിച്ചാർഡ് സ്റ്റൂബർഗ് ഇങ്ങനെയുള്ള സ്കോളേഴ്സിൻ്റെ തിയറി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ന്യൂ എക്കണോമിക് സോഷ്യോളജിയിൽ നമ്മൾ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യോളജി? ഇൻഫോർമഡ് ഇൻ ഗ്രോത്ത് ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്. നമ്മൾ എങ്ങനെയാണ് ഒരു എക്കണോമിക് സോഷ്യോളജി എക്കണോമിക് ലൈഫിൽ എങ്ങനെ ഗ്രോത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മുൻ ടോപ്പിക്കിൽ നമ്മൾ നോക്കിയതാണ്. അതേപോലെ തന്നെ ഇത് സോഷ്യോളജിയിൽ ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് എക്കണോമിക് ലൈഫിൽ സോഷ്യലിയും കൾച്ചറലിയും എംബഡൻസ് ആയിട്ട്, അതായത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു സോഷ്യൽ ലൈഫ് എക്കണോമിക് ലൈഫ് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തിയറിയാണ് ഇതെന്ന് പറയുന്നത് ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് സോഷ്യോളജി ഗിവിങ് മോർ അബൌട്ട് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എംബഡൻസ് ഓഫ് എക്കണോമിക് ലൈഫ്. അതാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇന്ന് കണ്ടംപററി എക്കണോമിക്സിൽ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. എങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്? സോഷ്യലി ഇൻ്ററാക്ഷൻസ് നടക്കുന്നതിന് അല്ലെങ്കിൽ സോഷ്യലി ട്രെൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് നെറ്റ്വർക്കിൽ തന്നെ പല സോഷ്യൽ ഇനീക്വാലിറ്റീസും നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സോഷ്യൽ ഇനീക്വാലിറ്റീസ് നടക്കുമ്പോഴാണ് നമ്മൾ ഏത് കൊണ്ടുവരുന്നത്? കൺസ്യൂമറിസം കൊണ്ടുവരുന്നത്. അപ്പോൾ കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫാഷനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രൊഡ്യൂസ് ഗ്രൗണ്ട്സ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ നടക്കുന്നതാണ് എവിടെ എന്ന് പറയുന്നത് കൺസ്യൂമറിസത്തിൽ എന്ന് പറയുന്നത്. അപ്പം എക്കണോമിക് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് അവർ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇതിനെ സോഷ്യൽ ഇനീക്വാലിറ്റീസിനെ ചെയ്യും. അവരൊരു ഇൻ്റലക്ച്വലി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഏത് വേണമെന്നാണ് പറയുന്നത്? സൊസൈറ്റിയിൽ കൺസ്യൂമറിസം പോലുള്ള പാർട്ടുകൾ വരണം. അപ്പോൾ സൊസൈറ്റിയിലെ എക്കണോമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്കണോമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഏതിലൂടെ? ഈ കൺസ്യൂമറിസം സോഷ്യലി കൾച്ചറലി എക്കണോമിക് ലൈഫ് നമുക്ക് അതിനൊരു ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് എന്നുള്ള ഒരു അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതാണ് ഏതെന്ന് പറയുന്നത് ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്നുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫങ്ഷനിങ് ഓഫ് എക്കണോമിക് ഫങ്ഷൻസ് ഹെൽപ്പിന് മൈക്രോ എക്കണോമിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ടു എക്സ്പ്ലെയിൻ എമർജൻസ് ഓഫ് ഫങ്ഷനിങ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മൈക്രോ എക്കണോമിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഇതിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലെ സോഷ്യോളജിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് റെഫേർഡ് ആസ് എ ന്യൂ സോഷ്യോളജി ഇൻ എക്കണോമിക് ലൈഫ്. അപ്പോൾ സം വീക്ക്നെസ് നമ്പർ ബോത്ത് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് ന്യൂ സോഷ്യോളജി ഇൻ എക്കണോമിക് ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്രീത്തഡ് ലൈഫ് എക്കണോമിക് സോഷ്യോളജി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് എന്നുള്ള തിയറി ഇതിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്നുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 1980s ഇയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എക്കണോമിക് സോഷ്യൽ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്കോളറായിരുന്നു ആരെന്ന് പറയുന്നത് മാർക്ക് ഗ്രാനോവെറ്റർ എന്ന് പറയുന്നത് 1980s. അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു എംബഡൻസ് എന്ന് പറയുന്നത്. എംബഡൻസ് മീൻസ് ഇൻറ്റഗ്രേറ്റഡ് ആണ്.
എംബഡൻസ് അത് കൊണ്ടുവന്നത് അത് മാർക്ക് ഗ്രാനോവെറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതിലെന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് അതായത് ഇൻ്റഗ്രേറ്റഡ് ഓഫ് സൊസൈറ്റി എന്നതിനുള്ള എംബഡൻസ് എന്നുള്ള ബ്രില്യൻറ്റ് പീസാണ് ആര് കൊണ്ടുവന്നത്, ഗ്രാനോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് എക്കണോമിക് ആക്ഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കിൽ, ദ പ്രോബ്ലം ഓഫ് സോഷ്യോളജി എന്നുള്ള ബുക്കിൽ, ഇതിലൊക്കെ അവർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന റോൾ എന്ന് പറയുന്നത് നോൺ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ടുള്ള എക്കണോമിക് ലൈഫിലെ നോൺ എക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം ഒരു 15 ഇയേഴ്സുള്ള എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് ഹാവ് ടേക്കൺ പ്ലേസ് ന്യൂ ടോപ്സ് ഹാവ് ബിൻ, അത് ഒരു ഇതിലായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഹെൽത്ത്, എൻ്റർപ്രണർഷിപ്പ്, റോൾ ഓഫ് ലോ, എക്കണോമി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ന്യൂ ഡയറക്ഷൻ കൊണ്ടുവരാൻ ഏതിന് കഴിഞ്ഞിട്ടുണ്ട്, ഈ എക്കണോമിക് സോഷ്യോളജി എന്നുള്ളതിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാനോട്ടിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് തന്നെ എന്താണ്, സൊസൈറ്റിയിൽ എംബഡൻസ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെയിൽ ഫ്ലിങ്സ്റ്റൺ ആണ്. അദ്ദേഹത്തിൻ്റെ സ്വീഡൻബർഗ് എന്നുള്ള എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ മാർക്കറ്റ്, എക്കണോമിക് സോഷ്യോളജി റിവൈവ്ഡ് ഇൻ ദ മിഡിൽ 90s, ആ 90 കാലഘട്ടത്തിൽ 1980s മാർക്കറ്റിനെ കുറിച്ചും എക്കണോമിക് ലൈഫിനെ കുറിച്ചും ഒക്കെയാണ് ആര്യ സ്റ്റോൺബർഗ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ദർ വാസ് എ സ്ട്രോങ് വ്യൂ സോഷ്യൽ അപ്രോച്ച് ഡിഫറൻഷ്യേറ്റ് ഇൻ മെയിൻ സ്ട്രീം എക്കണോമിക്സിലത്തെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ സോഷ്യോളജീസ്, മാക്സ് വെബർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏതിൽ ഈ എക്കണോമിക് സോഷ്യോളജിയിൽ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ന്യൂ എക്കണോമിക് സോഷ്യോളജിയാണ്. ഈ എക്കണോമിക് സോഷ്യോളജിയിൽ 2 പാർട്ടുകളായിട്ടാണ് തിരിയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ അത് സോഷ്യോളജിസ്റ്റ് ഇതിലത്തെ സ്കോളേഴ്സ് എന്ന് പറയുന്നത് ദ ഐഡിയ ദാറ്റ് മൈക്രോ എക്കണോമിക്സ് ക്യാൻ ബി സോഷ്യൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ബിഹേവിയറിനും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇസ് കൺസിഡർഡ് ആസ് എ എക്കണോമിക് സോഷ്യോളജിയാണ്. ടു പ്രാക്ടീസ് ഡീൽ ടു ഡിഫൈൻ ദ സ്കൾപ്ചർ എക്കണോമിക് സോഷ്യോളജിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ റെലവൻറ്റ്. ഇവരുടെ ഇതിലെന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം റെലവൻറ്റ് ടു എക്കണോമിക് ബിഹേവിയർ. ഒരു എക്കണോമിക് ബിഹേവിയർ നടക്കണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെലവൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു അപ്രോച്ചാണ് ആർക്കുണ്ടായിരുന്നുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യോളജിസ്റ്റിനുണ്ടായിട്ടുള്ളത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതെന്ന് പറയുന്നത് ഒരു 1980s കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കോളർ ആയിരുന്നു അമേരിക്കയിലുള്ള വെബ്ലൻ എന്ന്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെൻ്റ് ആണ് ഏതിൽ കൊണ്ടുവന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു 1980s 50s അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ഏത് തിയറീസ് ആയിരുന്നു കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, ഇവരുടെ കൺസെപ്റ്റായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസെപ്റ്റ് ആയിരുന്നു കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്. ഇവരെന്ത് ചെയ്താൽ അല്ലെങ്കിൽ ഈ സ്കോളേഴ്സ് എന്ന് പറയുന്നത് ഇവർ കൂടുതൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ബിഹേവിയർ ആൻഡ് സിസ്റ്റമാറ്റിക് അസർമാറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷനും ട്രാൻസാക്ഷൻ കോസ്റ്റസ് അങ്ങനെയുള്ളതിനെയൊക്കെയാണ് ആര് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചസ് കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, ഒരു ഡോമിനേറ്റഡ് ബൈ എ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആയിട്ടാണ് ആര് കാണുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സുകൾ കാണുന്നത്. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആർഗ്യൂ ടു എക്സിസ്റ്റിംഗ് ടു എക്സ്പ്ലെയിൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സൊസൈറ്റിയിൽ എക്കണോമിക്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം കൂടുതൽ എന്നുള്ള ഒരു അപ്രോച്ചായിരുന്നു ആർക്കുണ്ടായിരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെയാണ് അവർ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സുകൾ എന്ത് ചെയ്ത് സ്റ്റഡി ടു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വൺ പിന്നെ അതിലുള്ള തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിലെ
ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് മാർസ്പെക്റ്റീവ് പെർസ്പെക്റ്റീവ്സിനാണ്. മാർക്സിൻ്റെ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളതാണ് ലേബറിൽ എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. പിന്നെ ഇതിലത്തെ കുറേ ഇൻസ്റ്റൻസ് ആയിട്ടുള്ള സ്കോളേഴ്സ് എന്ന് പറയുന്നതായിരുന്നു ബ്രെയ്മാൻസിൻ്റെ ഫേമസ് ലേബർ ആൻഡ് മൊണോപ്പൊളി എന്നുള്ളത്, ക്യാപിറ്റൽ തിയറീസ്, മൈക്കൽ ബ്രേവൻ്റെ തിയറി, സ്റ്റഡി ഓഫ് സർക്കിൾ ഇൻ ദ ഇന്റർലോക്ക് അമംഗ് കോർപ്പറേറ്റ്സ്. അങ്ങനെയുള്ള സ്കോളേഴ്സിൻ്റെ ഒക്കെ അപ്രോച്ചസ് ഇതിലുണ്ട്.